ടോക്സിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെതിരെയും കൂടാതെ ബ്ലാസ്റ്റേഴ്സിലെ പ്ലേയേഴ്സിനെതിരെയും കുറേയധികം വിമർശനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. നിലവിൽ ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഇവാൻ വുക്കോമാനോവിച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹെഡ് കോച്ച് തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കി വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ ഇവാൻ വുക്കോമാനോവിച്ച് ഈ ഒരു വിമർശനങ്ങളെല്ലാം കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നമുക്കറിയാം, കലിംഗ സൂപ്പർ കപ്പിലും കൂടാതെ തന്നെ ISLന്റെ രണ്ടാം പകുതിയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ മത്സരത്തിനും ബ്ലാസ്റ്റേഴ്സിന് പരാജയമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഇതിനെ തുടർന്നെല്ലാം കൊണ്ട് ഒരുപാട് വിമർശനങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ കുറിച്ചെല്ലാം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ ഒരു മികച്ച കളിക്കാരനല്ല, മറിച്ച് സ്വന്തം പിഴവുകളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഒരു മികച്ച കളിക്കാരന്റെ ലക്ഷണം. ഈ ഒരു കാര്യം ഇവാൻ വുക്കോമാനോവിച്ച് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സിലെ ഗ്രീക്ക് സൂപ്പർ താരമായ ദിമിത്രോസ് ഡയമൻഡോക്കോസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങളുടെ ഭാഗത്തു നിന്നും കുറച്ച് പിഴവുകളൊക്കെ വരുമ്പോഴേക്കും ദിമിത്രോസിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് മോശമായ റിയാക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. ഇതിനെ തുടർന്നാണ് ആശാൻ ഇത്തരത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ പിഴവുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്നും നിങ്ങൾ ചിന്തിക്കണമെന്നും ഇവാൻ വുക്കോമാനോവിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു വിമർശനത്തിനെ കുറിച്ചുള്ള ആശാന്റെ മറുപടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം ഫെബ്രുവരി 12-ാം തീയതി രാത്രി 7:30 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് പഞ്ചാബ് എഫ്സിക്കെതിരെയാണ്. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു വിജയം നേർന്നുകൊണ്ട് CK ടോക്സ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.